അസ്സലാമലൈക്കും. പിന്നെ എല്ലാവരും റാഹത്തല്ലോ. ഞങ്ങൾ ഈ വീഡിയോ ആക്കുന്നത് നല്ല നല്ല ബിസിയാണ് വാങ്ങേണ്ടത്. എല്ലാവരും ഈ വീഡിയോത്തിനെ പൂർത്തി നോക്കണം. പിന്നെ ബില്ലൊക്കെ ഉണ്ടോ, റെഡ് ബില്ലൊക്കെ ഉണ്ട്. ബില്ല് എല്ലാവരും ഷെയറാക്കണം. ഒരു വീട്ടിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണേ. നിങ്ങൾ അവരോട് കയറുന്നതിന് വേണ്ടി അനുവാദം ചോദിക്കണേ. അവൻ അനുവാദം തന്നാൽ മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറാതെ നിങ്ങൾ മടങ്ങണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നിങ്ങളൊരു വീട്ടിൽ പോയാൽ നിങ്ങൾ സലാം പറ. രണ്ട്, നിങ്ങൾ അനുവാദം ചോദിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അനുവാദം ഒന്നും ആരും ചോദിക്കൂല്ലടോ. ബെല്ല് പോലും അടിക്കാറില്ല. നേരെ അകത്ത് പോയി അടുക്കളയിൽ പോയി സലാം വലിക്കും. മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അനുവാദം ചോദിക്കാതെ, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോ അവർ ഔറത്ത് മറച്ചിട്ടുണ്ടാകണമെന്നില്ല. സ്വന്തം വീടാ, ആരുമില്ല. ചിലപ്പോ തലേ തുണി ഇടണമെന്നില്ല. ചിലപ്പോൾ മാക്സി ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് ആരുമില്ലാത്തത് കാരണം അവർ കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ, അതുകൊണ്ടാ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാതെ മാറി നിൽക്കാൻ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യണം? വീടിന്റെ വാതിലിൽ മുട്ടിയിട്ട് വാതിലിന്റെ നേരെ തന്നെ നിൽക്കരുതൊന്ന് മാറി നിൽക്കണം. കാരണം പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കാം. ചിലപ്പോ ആ സമയത്ത് എല്ലാവരും പണ്ടത്തെ പോലെ തലയൊക്കെ മറച്ചിട്ടായിരിക്കും. ഇല്ല, അതങ്ങനെ പടച്ചോനെ ജനലിൽ കൂടെ നോക്കാ ഒളിഞ്ഞ് ഇങ്ങനെ ബെല്ലടിച്ചിട്ട് നോക്ക, ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഒരു അതിഥി ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ചാടി കയറി വീടുകളിൽ പോകുന്നവരുണ്ട്. കൂടപ്പറപ്പിന്റെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിലേക്ക് പെരുന്നാൾ വരുമ്പോഴും നബിദിനം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ ദിനങ്ങൾ വരുമ്പോൾ, ഒരു ഞായറാഴ്ച വരുമ്പോൾ പോകുന്നവരുണ്ടല്ലോ. അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കുകയാ, ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിന് മര്യാദയുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എത്ര എണ്ണം? 5 മര്യാദകൾ. എത്ര എണ്ണം? 5 മര്യാദകൾ. ഈ മര്യാദ പാലിച്ചുകൊണ്ട് വേണം പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്യ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് സലാം പറയുകയും, എങ്ങനെ നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ സലാം പറയണം. ആ വീട്ടുകാരോട് നമ്മൾ സലാം പറയുകയും അകത്തേക്ക് കടക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അൽഹംദുലില്ലാഹ്, എല്ലാവരും നോമ്പുകളൊക്കെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിപൂർണ പ്രതിഫലം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ കുറച്ചു നന്മകൾ പറഞ്ഞ് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് കടന്നു വന്ന ഒരുപാട് പ്രവാചകന്മാരെ സഹായിച്ച, അല്ലാഹുവിന്റെ സഹായം നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു ദിവസമാണ് മുഹറം 10. എല്ലാവരും അൽഹംദുലില്ലാഹ്, നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മുഹറം മാസത്തിലെ ഈ മുഹറം 10 നോമ്പിന്റെ പ്രതിഫലമായി മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത്, ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുമെന്ന്. അപ്പൊ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്ന ആ മഹത്വമേറിയ ആ ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് മുഹറം 10 അല്ലാഹു ആദരിച്ച ദിവസം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, വസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന്റെ
അങ്ങനെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇസ്തിഗ്ഫാറുകൾ നീ അധികമായിട്ട് പറയണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നമ്മളെല്ലാവരും ഈ ദിക്ർ പറയുന്നവരാ. വെറുതെ കയ്യിൽ തസ്ബീഹ് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാ 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 വെറുതെ പറയാനുള്ള ദിക്റല്ല ഉമ്മ. എന്താണ് അസ്തഗ്ഫിറുല്ലാ എന്നറിയുമോ? അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ഒരു തൗബയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവേ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്ലാ മനസ്സറിഞ്ഞിട്ട് ഒരേ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത ഒരു മനുഷ്യന് ആ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് റബ്ബേ ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാനെ, നീ അത് പൊറുത്തുതാ അല്ലാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊരു പ്രാവശ്യം നീ പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാ എന്ന് പറയുന്നത് ഒരു തൗബയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപം മുഴുവനും പൊറുക്കണമെങ്കിൽ ഒറ്റ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ മതി. പക്ഷെ പറയേണ്ടത് പോലെ പറയണം. നീ അങ്ങനല്ല. മരണത്തിന്റെ മാരാക കണ്ണിന്റെ മുന്നിലങ്ങ് കിടന്നു വരുമ്പോ ആർക്കും കൊടുക്കാതെ വാരി കൂട്ടി വെച്ചവനെ നീ ചോദിക്കുന്നു, അസ്റായീലേ എനിക്കൊരൽപ്പം സമയം തരുമോ? എന്തിനാടാ? നിസ്കരിക്കാനാണോ? ഖുർആൻ ഓതാനാണോ? സ്വലാത്ത് പറയാനാണോ? യാത്ര പറയാനാണോ? പൊരുത്തം ചോദിക്കാനാണോ? ഇതിനൊന്നുമല്ല. പിന്നെ എന്തിനാ നീ യാചിക്കുന്നത്? ഒരുപാട് ആർക്കും കൊടുക്കാതെ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട് അസ്റായീൽ. എന്റെ കൂടെ കിടക്കുന്ന ഭാര്യയോട് പെണ്ണെ ഇതിൽ നിന്നൊരൽപ്പമെങ്കിലും സദക്ക കൊടുക്കണേ എന്ന് പറയാനാ. അല്ലാ, സദക്കയുടെ മഹത്വമാ പറയുന്നത്. അപ്പോഴും പറയുന്നത് സദക്ക കൊടുക്കാൻ ഒരവസരമാ. വാപ്പാ, നിനക്ക് അല്ലാഹു അത് തരൂല. വലയു الله نفسا إذا جاء أجلها والله خبير بما تعملون. പോകേണ്ടി വരും പിതാ. മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഉസ്താദ് എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല. വെറുതെ ഇറച്ചി കോഴിയെ പോലെ നടന്നാ പോരാ, ചിന്തിക്കണം സഹോദരാ. വഇദാ അഖദല്ലാഹു മീസാകല്ലദീന ഊതുൽ കിതാബ ലയുസബ്ബിതുന്ന ലിന്നാസ് വലാ തഖ്തുമൂനഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങൾ മറച്ചു വെക്കരുതെന്നും അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഖുർആൻ പറയുകയാ. ചിന്തിക്കടോ സഹോദരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വഅൻസൽനാ ഇലൈക ദിക്റ ലിയുസബ്ബിന അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാ. വഅൻസൽനാ ഇലൈക ദിക്റ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു. മാ നുസില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. അവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. മനുഷ്യനീ ചിന്തിക്കുന്ന ഖുർആൻ പറയുകയാണ്. എന്താണ് അല്ലാഹു ഇതിനകത്ത് പറയുന്നത്? ഓരോ ആയത്തിന്റെ അകത്തും പഠിക്കാനും ചിന്തിക്കാനും നന്നാകാനും മനസ്സിലാക്കാനും സത്യമേത് അസത്യമേത് മോശമേത് നന്മയേത് ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരുമ്പോ എന്തുകൊണ്ട് നാം മനസ്സിലാക്കാൻ തയ്യാറുന്നില്ല? എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അതിന്റെ വിവരണം മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്രയോ ഖുർആനിന്റെ തഫ്സീറുകൾ കാണാം.
ഇതൊക്കെ പഠിക്കണം, വെറുതെ ഇരുന്ന് വായിച്ചു നോക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ 23 വർഷം കൊണ്ടാണ് അവതരിപ്പിച്ച് പൂർത്തിയായത്. 23 കൊല്ലം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖെന്ന് 40ാമത്തെ വയസ്സിൽ തുടങ്ങി 63ാമത്തെ വയസ്സിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന 23 വർഷക്കാലം കൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പല പല സന്ദർഭങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഓരോ ആയത്തുകളും അവതരിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നാം അതിനെ പഠിക്കണം. അപ്പൊ ആ വേദമായ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം പഠിക്കാനുള്ള തഫ്സീറുകൾ, പരിഭാഷകൾ എത്രയോ നമുക്ക് വായിക്കാൻ കിട്ടും. എന്റെ പ്രിയപ്പെട്ടവർ, നല്ലതൊക്കെ നോക്കി വായിക്കണം. ചുമ്മാ അവിടെ ഇവിടെയും കാണുന്നൊന്നും വായിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് 3 വിഭാഗം. അത് കള്ളുകുടിച്ച് നടക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, അല്ലാഹുവെ നിസ്കരിക്കാത്തവനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൽ നിന്റെ പേരുണ്ടോ വാപ്പാ? ഉറപ്പായിട്ടുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അതിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിനക്ക് തഴമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും പള്ളി കെട്ടിക്കൊടുത്താലും പ്രവാസകനാണെങ്കിലും ഇമാമാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നിന്റെ ബാധ്യതയാണല്ലോ, നീയല്ലേ ചെലവിന് കൊടുക്കുന്നത്, നീ അവന്റെ വാപ്പയല്ലേ, ആ മക്കളെ കൊണ്ട് നന്നാക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ. ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട്, എല്ലാ സഹോദരിമാരോടും എനിക്ക് പറയാറുള്ളത്, ഓരോ പ്രാവശ്യവും നീ ഇങ്ങനെ രക്ഷപ്പെടുന്നല്ലോ, ഓരോ പ്രാവശ്യവും നീ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്നല്ലോ. മോളെ, നീ വിചാരിക്കും നിന്റെ കഴിവാണെന്ന്. പടച്ചവനെ, ഫർദയിട്ട് ഹെലിമറ്റുമിട്ട് കാമുകന്റെ ബൈക്കിന്റെ പുറകിൽ കറങ്ങി നടക്കുമ്പോ ആരും കണ്ടില്ലെന്ന് നീ കരുതിയിട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതരുത്. ചെറുപ്പക്കാരാ, പാവങ്ങൾ ഓരോ പ്രാവശ്യവും ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് നിന്റെ കഴിവ് കൊണ്ടല്ലടാ. നിന്റെ ഉപ്പാനെ ഓർത്തിട്ടാ, നിന്റെ ഉമ്മാനെ ഓർത്തിട്ടാ, നിന്റെ മക്കളെ ഓർത്തിട്ടാ, നാണം കെടുത്തണ്ട എന്ന് കരുതിയട്ടാ. പക്ഷേ പല നാള് കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുമെന്നൊരു തത്വമുണ്ടടാ ചെറുപ്പക്കാരാ. ഈ മഴയും കാറ്റുമൊക്കെ കാരണം സ്കൂളുകൾക്ക് പഠിത്തമില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഓണത്തിന്റെ ലീവ് കിട്ടിയതുപോലെ വല്ലാത്ത ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ലീവ് ദിനം കടന്നു വരുമ്പോൾ കളക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഡർ ഇടുകയാണ്, മഴയായത് കാരണം ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാൻ സാധ്യതയുള്ള കാരണം സ്കൂളുകൾക്ക് ലീവാണെന്ന് പറയുമ്പോൾ ഇന്ന് ആ ദിവസം കുട്ടികളെയും വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോവാനാ നോക്കുക.
സ്കൂളുകൾക്ക് പോലും പഠിത്തമില്ലാത്തതിന്റെ കാരണം മഴയും കാറ്റും മരവൊടിഞ്ഞു വീഴലും പല പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കാരണം കുട്ടികൾ വീട്ടിലിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ലീവ് കൊടുക്കും. ആ ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വല്ല കടപ്പുറത്തോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വയലിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ എന്നാലോചിക്കേ, അപകടങ്ങളെ വലിച്ചു വരുത്തുന്ന സാഹചര്യമാണ് ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മീൻ പിടിക്കാൻ പോവാ ഈ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത്. എത്രയോ ജീവൻ പൊലിഞ്ഞു പോകുന്നു, അതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. പുഴകളൊക്കെ കവിഞ്ഞൊഴുകുന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ. തിരുവനന്തപുരത്തിപ്പോൾ ഒരു മനുഷ്യന്റെ അവസ്ഥ കണ്ടില്ലേ നമ്മളൊക്കെ. അപ്പൊ അപകടങ്ങൾ വല്ലാതെ ഒളിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ രോഗങ്ങൾ ഇങ്ങനെ, പനി വല്ലാതെ പടരുന്നു, മഞ്ചപ്പിത്തം വല്ലാതെ പടരുന്നു, ഓരോരോ പ്രത്യേകതരമായിട്ടുള്ള രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സാഹചര്യം, മഴക്കെടുതിയെ കുറിച്ച് നാം ആശങ്കയിലാണ്. ഇവിടെ നോക്കുമ്പോൾ വലിയ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും മരണപ്പെട്ടു പോയി, പലരും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും തകർന്ന് വെള്ളത്തിൽ ഒലിച്ചുപോയി. ലക്ഷങ്ങളുടെ ബാധ്യതകളിലേക്ക് ജനങ്ങൾ വീണുകൊണ്ട് താൻ സമ്പാദിച്ചതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഏതോ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലേക്ക് പോയി എല്ലാം കളഞ്ഞിട്ട് പോയി കിടക്കുന്നൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത്, ഈ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായി അതിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്താദ്യമായിട്ട് ഭൂമിയിലേക്ക് മഴ ആദ്യമായി വർഷിച്ചത് ഒരു മുഹറം മാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്താദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു യൗമൻ നുസില ഫീഹിൽ മത്റു മിനസ് സമാഉ യൗമ ആശൂറാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം 10-നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ മുഹറം മാസത്തിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം വാർത്താ ചാനലുകൾക്ക്, മൊബൈലാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഏതെടുത്തു നോക്കിയാലും ഉരുൾപൊട്ടലിന്റെയും സൂക്ഷ്മതയും റെഡ് അലർട്ടും ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഡാമുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയതും ആശൂറാഇന്റെ ദിവസമാണ്. മഴ വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. അത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് മഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പല കാര്യങ്ങളും, വെള്ളമില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്റെ ജീവിതത്തിന് അത് വളരെ പ്രയാസകരമായ കാര്യമാകും. അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ പ്രയാസമാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുദ്ധജലം ലഭ്യമാകുന്നില്ലെങ്കിൽ, മനുഷ്യന് കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അപ്പൊ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. വിശുദ്ധ ഖുർആൻ മഴയെ കാരുണ്യമായിട്ടും ഭൂമിയുടെ ജീവനായിട്ടും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബർക്കത്തായിട്ടൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്.